മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കാം. ആഗോള കത്തോലിക്ക സഭയിൽ 3 വ്യക്തികളുടെ ജന്മദിനങ്ങളാണ് നാം തിരുനാളായി ആഘോഷിക്കുക. ഒന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജന്മദിനം ഡിസംബർ 25. 2 സ്നാപക യോഹന്നാൻ. പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ട് എലിസബത്തിൻ്റെ ഉദരത്തിനുള്ളിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. കറയില്ലാതെ അദ്ദേഹം ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ സ്നാപക യോഹന്നാൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് രക്ഷകനായ ദൈവത്തിന് പിറക്കാൻ തക്ക ഉദരമൊരുക്കുന്നതിന് വേണ്ടി അനാദിയിലെയുള്ള പദ്ധതി അനുസരിച്ച് ഈ 7 ദിവസവും നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അമ്മ കറയില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു. അതുകൊണ്ട് അമ്മയുടെ ജനന തിരുനാളിനും ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിലൊന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും എനിക്ക് വലിയ തുണയായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി പറയാനായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ജപമാല കയ്യിലെടുക്കാം. തിന്മയ്ക്കെതിരെ പടപൊരുതാം. പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നമ്മെ മകനിലേക്ക്, ഈശോയിലേക്ക് അടുപ്പിക്കും. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.